വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനും മോനും ഒരുമിച്ചാണ് നീച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് തന്നെയാണ് ബ്രഷ് എല്ലാം ആക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ബ്രഷ് എല്ലാം ആക്കി ഫേസ് വാഷ് എല്ലാം ചെയ്തതിന് ശേഷം സ്കിന്നൊന്ന് കെയർ ചെയ്തു. ജസ്റ്റ് ഒരു സിറം യൂസ് ചെയ്യുകയും ചെയ്തു. പിന്നെ ന്യൂട്രിജൻ്റെ ഒരു ക്രീം മാത്രമാണ് യൂസ് ആക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ കുറച്ച് വെളിച്ചം വന്നതിന് ശേഷമാണ് ഞാൻ വീഡിയോസും കാര്യങ്ങളെല്ലാം എടുക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. കാരണം ബ്ലൈൻഡ്സ് എല്ലാം പൊന്തിച്ചിട്ടു, ഡോറെല്ലാം തുറന്ന് കുറച്ച് ടൈം പുറത്ത് സ്പെൻഡ് ചെയ്യലും ചെയ്തു. പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഒരു കട്ടൻ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് കിച്ചണിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചായയും റസ്ക്കും കൂടിയിട്ടാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. മോന് റസ്ക് കൊടുത്തപ്പോൾ അവന് ഒരു റസ്ക് മാത്രമേ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് അവനക്ക് ദോശയെല്ലാം ചുട്ടു കൊടുത്തു. ഞാനും അവൻ്റെ ഒപ്പം തന്നെ ദോശയെല്ലാം കഴിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ദോശയ്ക്ക് എന്താ പറയുക, ചട്നി ആയിരുന്നു ഉണ്ടായിരുന്നിട്ടില്ലേ. ദോശ എന്ന് പറയുന്നത് നമ്മൾ ഉഴുന്നെല്ലാം അരച്ചിട്ടുള്ള ദോശയുണ്ടല്ലോ, പുളിദോശ അങ്ങനെയെല്ലാം പറയും. എൻ്റെ ഇവിടെ ഒക്കെ അങ്ങനെയാണ് പറയുക, പുളിദോശ അങ്ങനെയെല്ലാം പറയൽ. പിന്നെ ഞാനും മോനും ഒരുമിച്ചിരുന്നിട്ട് ദോശയെല്ലാം കഴിക്കുകയാണ് ചെയ്തത്. ഞാൻ അവനക്ക് തന്നെ കൊടുത്തില്ല, ഞാൻ വാരി കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ എനിക്ക് കുറച്ച് തുണിയെല്ലാം വാഷ് ചെയ്യാനുണ്ടായിരുന്നു. കാരണം ഞാൻ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്ന് വന്നിട്ട് കുറച്ച് തുണിയെല്ലാം ഫോൾഡ് ചെയ്ത് വെക്കാനും ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് തുണിയെല്ലാം വാഷ് ചെയ്യാനും ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം വാഷ് ചെയ്യാന്ന് ചെയ്തിട്ടുണ്ടായിരുന്നിട്ടില്ലേ. പിന്നെ വാഷ് ചെയ്യലും കാര്യങ്ങളെല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ അതെല്ലാം തുണിയെല്ലാം എടുത്തിട്ട് ഡ്രയറിലിടുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ തുണിയെല്ലാം ഡ്രയറിലിട്ട് നന്നായിട്ട് ഡ്രൈ ആക്കിയതിന് ശേഷം പിന്നെ അപ്സ്റ്റെയറിൽ കൊണ്ടുപോയിട്ട് വിരിച്ചിടുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അപ്സ്റ്റെയറിൽ നിന്ന് വിരിച്ചിടാൻ വേണ്ടി പോയ സമയത്ത് നല്ല കാറ്റും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എനിക്ക് കുറച്ച് തുണിയെല്ലാം ഫോൾഡ് ചെയ്ത് വെക്കാനുണ്ടായിരുന്നു. ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്ന് വന്നുകൊണ്ട് കുറച്ച് തുണി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ വാഷ് ചെയ്ത തുണിയെല്ലാം ഉണ്ടായിരുന്നു ഫോൾഡ് ചെയ്ത് വെക്കാൻ. അപ്പോൾ അതെല്ലാം ഫോൾഡ് ചെയ്ത് വെക്കുകയാണ് ചെയ്തത്. ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്ന് വന്നുകൊണ്ട് കുറച്ചധികം തന്നെ തുണി ഉണ്ടായിരുന്നു ഫോൾഡ് ചെയ്ത് വെക്കാൻ. പിന്നെ കുറച്ച് വാഷ് ചെയ്തതും ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാം കൂടെ ഫോൾഡ് ചെയ്തിട്ട് വേഗം കബോർഡിലേക്ക് എടുത്ത് വെക്കുകയാണ് ചെയ്തത്. മോൻ്റെതും എൻ്റെതും എല്ലാം സെപ്പറേറ്റ് ചെയ്തിട്ട് ഫോൾഡ് ചെയ്തിട്ട് എടുത്ത് വെക്കുകയാണ് ചെയ്തത്. പിന്നെ ഞാൻ ഈ റൂം അങ്ങനെ യൂസ് ആക്കാത്തതിനെ കൊണ്ട് തന്നെ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വേഗം താഴോട്ട് പോകാമെന്ന് ചെയ്തത്. കാരണം മോനെ ഉറങ്ങുമായിരുന്നു. അവൻ ഉറങ്ങുന്ന സമയത്താണ് ഞാൻ ഇതെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് മേലോട്ട് കയറി വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവൻ എണീക്കുന്നതിന് മുന്നേ ഇതെല്ലാം ഫിനിഷ് ചെയ്തിട്ട് വേണമായിരുന്നു എനിക്ക് താഴോട്ട് ഇറങ്ങി പോകാൻ വേണ്ടിയിട്ട്. അവനുണ്ടെന്നുണ്ടെങ്കിൽ ഇതൊന്നും അവന് സമ്മതിക്കില്ലായിരുന്നു. പിന്നെ രാത്രി ബ്രോസ്റ്റാന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതാണ് രാത്രി കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്